ചേലക്കരയിൽ 108 ആംബുലൻസ് അപകടത്തിൽപ്പെട്ട നഴ്സിന് തലയ്ക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയെ ഇറക്കി തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? വാഴക്കോട് ഭാഗത്ത് ആണ് ഇന്ന് രാവിലെയോടുകൂടി അപകടം ഉണ്ടാകുന്നത്. പാലക്കാട്ട് നിന്ന് രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം തിരികെ വരുന്നതിനിടയിലാണ് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം സൂരജിലേക്ക് വീണ്ടും എത്താമെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. ചേലക്കരയിലാണ് 108 ആംബുലൻസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിലൊരു നഴ്സിന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് വിവരം. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ആ കുഴിയിൽ വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയെ ഇറക്കി തിരിച്ചു വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. മഴയൊക്കെ തുടരുന്ന സാഹചര്യമാണ്. അതിനിടയിൽ എന്താണ് പറ്റിയത് എന്ന കാര്യം സൂരജ് സജി വിശദീകരിക്കും. സൂരജ്, ഈ അപകടത്തിന്റെ കാരണം എന്താണ് സൂരജ്? ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ആംബുലൻസിന്റെ നിയന്ത്രണം വിട്ടതാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ വരികയായിരുന്ന ഈ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 108 ആംബുലൻസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തെ തുടർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന നേഴ്സിന്റെ തലയ്ക്ക് മുറിവേറ്റു. പിന്നീട് ഇവരെ ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ പരിക്ക് ഗുരുതരമായതോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പരിക്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.